വിതരണം ചെയ്ത 2,20,000-ൽ 44,000 വിസകൾ ഗൃഹജോലിക്കാർക്കും ശേഷിച്ച 1,76,000 വിസകൾ പൊതുസ്വകാര്യ മേഖലയിലേക്കുമാണ് നൽകിയത്. കഴിഞ്ഞ നവംബറിൽ റിക്രൂട്ടിംഗ് കമ്പനികൾക്ക് 89,775 വിസകൾ നൽകിയിരുന്നതായി തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് നേരത്തെ അറിയിച്ചിരുന്നു. ഇതിൽ 63,777 വിസകൾ പൊതുസ്വകാര്യ മേഖലയ്ക്കും 25,998 വിസകൾ ഗൃഹജോലിക്കാരുടേതുമായിരുന്നു. ഇതിനിടയിൽ റിക്രൂട്ടിംഗ് മേഖലയിലേക്ക് പുതുതായി 2 കമ്പനികൾ കൂടി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന റിക്രൂട്ടിംഗ് കമ്പനികളുടെ എണ്ണം 18 ഉയർന്നു. ഇതാണ് വിസകളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകാൻ കാരണമായതെന്ന് തൊഴിൽ മന്ത്രാലയം ഡെപ്യൂട്ടി സെക്രട്ടറി അബ്ദുൽ അസീസ് ഹല്ലാർബി വ്യക്തമാക്കി. പൊതുസ്വകാര്യ മേഖലയ്ക്ക് ആവശ്യമായ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുക, വീട്ടുടമകളുടെ അപേക്ഷകളിൽ ഗൃഹജോലിക്കാരെ നൽകുക, കമ്പനികളുടെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവന്ന തൊഴിലാളികളെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി തൊഴിലിന് വിട്ടു നൽകുക തുടങ്ങിയ സേവനങ്ങളാണ് കമ്പനികൾ നിർവഹിച്ചു വരുന്നത്. കമ്പനികളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തൊഴിൽ ചട്ടങ്ങൾ പ്രകാരമാണെന്നും അദ്ദേഹം അറിയിച്ചു. റിക്രൂട്ടിംഗ് മേഖലയിലേക്ക് പുതിയ കമ്പനികൾ കടന്നു വരുന്നതായും പ്രാഥമിക അനുമതി ലഭിച്ച പല കമ്പനികളും അന്തിമ അനുമതിക്ക് കാത്തിരിക്കുന്നതായും അൽ ഹർബി വ്യക്തമാക്കി. മീഡിയ 1 റിയാദ്.